ദേവപഞ്ചമി ഭാഗം 96. ഇപ്പോൾ അവൾ തിരിച്ചു വന്നു, എന്നെ തകർക്കാൻ. ഒരു നിമിഷം നിശബ്ദതയായിരുന്നു. പക്ഷേ പഞ്ചമി ശാന്തമായി നിന്നില്ല. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമില്ലായിരുന്നു, ദേഷ്യമായിരുന്നു. അവൾ ഇപ്പോഴും അച്ചുവേട്ടനെ ആഗ്രഹിക്കുന്നുണ്ടോ? അവൾ പതിയെ ചോദിച്ചു. ആര്യൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവന്റെ നിശബ്ദത തന്നെയായിരുന്നു ഉത്തരം. പഞ്ചമിയുടെ ഹൃദയം മുറുകി. അവൾക്കിപ്പോൾ എല്ലാം മനസ്സിലായി. മഹാശ്വേത ആര്യന്റെ ബിസിനസ് മാത്രമല്ല, ആര്യനെയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ ഭാര്യയെ ജീവിക്കാൻ, അവന്റെ ജീവിതം സ്വന്തമാക്കാൻ. പഞ്ചമി പതുക്കെ അവന്റെ കൈ കൂടുതൽ മുറുക്കി പിടിച്ചു. ആര്യൻ അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. കുളത്തിന്റെ പടവുകളിൽ നിശബ്ദത പറന്നു. വെള്ളത്തിൽ പതിഞ്ഞ സൂര്യപ്രകാശം പതുക്കെ മാറിക്കൊണ്ടിരുന്നു. പക്ഷെ പഞ്ചമിയുടെ ഉള്ളിലെ ചിന്തകൾ അവിടെ ഒന്നും നിന്നില്ല. അവൾ ആര്യനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. അവളുടെ അച്ചു എന്നുള്ള ആ വിളി, ആ വാക്കുകൾ വീണ്ടും വീണ്ടും അവളുടെ മനസ്സിൽ മുഴങ്ങി. മഹാശ്വേതയുടെ ആത്മവിശ്വാസമുള്ള മുഖം, ക്ഷേത്രത്തിൽ വെച്ചുള്ള അവളുടെ നോട്ടം, ആര്യന്റെ കയ്യിൽ താൻ പിടിച്ചിരുന്നത് അവൾ കണ്ട നിമിഷത്തിലെ അവളുടെ ദേഷ്യം പഞ്ചമിക്ക് മനസ്സിലായി. അതൊരു സാധാരണ എതിരാളിയല്ല, അത് ജീവിതത്തിൽ അവകാശം ഉന്നയിച്ചു വന്ന ഒരു സ്ത്രീയാണ് എന്ന്. ആര്യനെ സ്വന്തമാക്കണം എന്ന് തീരുമാനിച്ച ഒരു സ്ത്രീ. പഞ്ചമിയുടെ ഉള്ളിൽ ഒരു നിമിഷം ചെറിയ പേടി തോന്നി. അവൾ ഒരിക്കൽ ആര്യന്റെ ജീവിതത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി ശ്രമിച്ചത്, അതിനുവേണ്ടി അവൾ ചതി ഒരുക്കിയത്. അന്ന് അച്ചുവേട്ടൻ രക്ഷപ്പെട്ടു. പക്ഷെ ഇനിയും അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമോ? അങ്ങനെ സാധിച്ചില്ലെങ്കിൽ? അവളുടെ ശരീരം ഒന്ന് വിറച്ചു. അവളുടെ ചിന്തകൾ പൊട്ടിയ പട്ടം പോലെ പറന്നു നടന്നു. പക്ഷെ അടുത്ത നിമിഷം ആര്യന്റെ കൈ അവളുടെ കയ്യിൽ കൂടുതൽ ബലമായി പിടിച്ചു. അവൻ അവളെ തന്റെ അടുത്തേക്ക് വലിച്ചു. ദേവാ. അവന്റെ ശബ്ദം ഇപ്പോൾ ശാന്തമായിരുന്നു. അവൾ അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ചോദ്യം. അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. ഞാൻ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഞാൻ തെരഞ്ഞെടുത്തത് നിന്നെയാണ്. അവൻ പതുക്കെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൾക്ക് അധികാരം, പണം, സ്വത്ത് എല്ലാം വേണമായിരുന്നു. എനിക്ക് സമാധാനം വേണമായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന, എന്നെ ഉൾക്കൊള്ളുന്ന ഒരാൾ വേണമായിരുന്നു. അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു. അതെനിക്ക് കിട്ടിയത് നിന്നോടൊപ്പമാണ്. പഞ്ചമിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവന്റെ നെഞ്ചിൽ മുഖം ചേർത്തു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. കുളത്തിനരികിൽ ആ ഒരു ചേർത്ത് പിടുത്തം ഒരു ഉറപ്പായിരുന്നു. ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. ഞാനും നിന്നിൽ നിന്നും എങ്ങോട്ടും വിട്ടുപോകില്ല, നിന്നെ വിട്ടുകൊടുക്കുകയുമില്ല, അവൻ മനസ്സിൽ മറുപടി പറഞ്ഞു. അവർ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. അമ്പാട്ട് തറവാടിന്റെ ഗേറ്റ് കടന്നപ്പോൾ തന്നെ മുറ്റത്ത് കിടക്കുന്ന കാറുകൾ കണ്ടു. പുലിക്കാട്ടിൽ നിന്നും എല്ലാവരും എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ആര്യന്റെ അച്ഛനും അമ്മയും പിന്നെ മുത്തശ്ശിയും വരാന്തയിൽ ഇരുന്നു. ചെറിയമ്മമാർ അകത്തായിരുന്നു. പഞ്ചമിയെ കണ്ടപ്പോൾ മുത്തശ്ശിയുടെ മുഖം പ്രകാശിച്ചു. ഇവിടെ വന്നപ്പോ മോളാകെ മാറിയല്ലോ, കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്, അവർ പറഞ്ഞു. പഞ്ചമിയുടെ മുഖം നാണത്താൽ ചുവന്നു. ആര്യൻ അത് നോക്കി പുഞ്ചിരിച്ചു. അമ്പാട്ട് തറവാട് വിഷുവൊരുക്കങ്ങളിൽ മുഴുകി. കണിക്കൊന്ന പൂക്കൾ കൊണ്ടുവന്നു. കണി ഒരുക്കി. പച്ചക്കറികളും വിളക്കുകളും എല്ലാം തയ്യാറായി. വീട്ടിൽ ചിരിയും ശബ്ദവും നിറഞ്ഞു. പക്ഷെ അതേസമയം ബ്രഹ്മമംഗലം തറവാട്. മഹാശ്വേത ബാൽക്കണിയിൽ നിന്നു. അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ്. അവളുടെ കണ്ണുകൾ ഇരുണ്ടിരുന്നു. ബ്രഹ്മദത്തൻ അവളുടെ മുന്നിൽ നിന്നു. ഞാൻ പറഞ്ഞില്ലേ, നീ വന്നാൽ മാത്രമേ കാര്യങ്ങൾ ശരിയാകൂ എന്ന്. മഹാശ്വേത പതുക്കെ തിരിഞ്ഞ് അവനെ നോക്കി. ആര്യനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം തണുത്തിരുന്നു. ബ്രഹ്മദത്തൻ ചെറുതായി ഒന്ന് ചിരിച്ചു. അവൻ അതറിയാം. അതുകൊണ്ടാണ് ഇത്രയും നാൾ അവൻ കാത്തിരുന്നത്. മഹാശ്വേതയുടെ പ്രണയം അത് സാധാരണ ഒന്നല്ല, അതൊരു ഒബ്സെക്ഷൻ ആയിരുന്നു. ഒരു അവകാശം സ്ഥാപിക്കൽ. അവൾക്ക് ആര്യനെ സ്വന്തമാക്കണം. അവൻ മറ്റൊരാളുടെ ആകുന്നത് അവൾക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ടാണ് അവളുടെ നിർദ്ദേശപ്രകാരം അരുന്ധതിയെ ആര്യനുമായി വിവാഹം കഴിപ്പിച്ചത്. പക്ഷേ ഒരു നിബന്ധന അവൾ വച്ചിരുന്നു. ആര്യനുമായി അവൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകരുത്. മഹാശ്വേത മുൻകൂട്ടി പറഞ്ഞു. ആര്യൻ എന്റേതാണ്. അരുന്ധതി പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞ ദിവസം മഹാശ്വേതയുടെ ദേഷ്യം എല്ലാവരും കണ്ടതാണ്. അവൾ അരുന്ധതിയെ കൊല്ലാൻ വരെ ശ്രമിച്ചു. കാരണം അവൾ കരുതിയത് ആ കുഞ്ഞ് ആര്യന്റേതാണ് എന്നാണ്. പക്ഷേ അത് സത്യമല്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം അവൾ അരുന്ധതിയെ വെറുതെ വിട്ടു. ബ്രഹ്മദത്തൻ അതെല്ലാം ഓർത്തു.
അവൾക്ക് ആര്യനോടുള്ള ഇഷ്ടം എത്രത്തോളം എന്ന് അവൻ അറിയാം. അവൾക്ക് ലഭിക്കാത്തത് ആരും നേടാൻ പാടില്ല. അതുകൊണ്ടാണ് അവൻ കാത്തിരുന്നത്. ഇപ്പോൾ മഹാശ്വേത തിരിച്ചു വന്നിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ വീണ്ടും അതേ തീ. ആര്യന്റെ ജീവിതം ഇനി എന്റെ നിയന്ത്രണത്തിലാണ്, അവൾ പതുക്കെ പറഞ്ഞു. അതേസമയം അമ്പാട്ട് തറവാട്ടിൽ പഞ്ചമി വിഷുക്കണി ഒരുക്കുകയായിരുന്നു. വിളക്കിന്റെ വെളിച്ചം അവളുടെ മുഖത്ത് വീണു. ആര്യൻ അവളെ ദൂരെ നിന്ന് നോക്കി. അവന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അമ്പാട്ട് തറവാട് ആ രാത്രി വെളിച്ചത്തിൽ മുങ്ങിയിരുന്നു. വിഷുക്കണിക്കായി വെച്ച നിലവിളക്കിന്റെ പ്രകാശം വീടിന്റെ ഓരോ മൂലയിലും പടർന്നു. കണിക്കൊന്നയുടെ മഞ്ഞപ്പൂക്കൾ, വെള്ളരിക്ക, കണിവെള്ളരി, അരി നിറച്ച ഉരുളി, കൃഷ്ണവിഗ്രഹം എല്ലാം അത്ര മനോഹരമായി അണിയിച്ചൊരുക്കിയിരുന്നു. പഞ്ചമി അതിന്റെ മുന്നിൽ കുനിഞ്ഞിരുന്നു. അവളുടെ കൈകൾ വിറച്ചു. കാരണം ഇത് ആദ്യത്തെ വിഷു, ആര്യന്റെ ഭാര്യയായതിനു ശേഷമുള്ള വിഷു. പിന്നിൽ നിന്നും ആര്യൻ അവളെ നോക്കി. ആ ശാന്തമായ മുഖം, വിളക്കിന്റെ വെളിച്ചത്തിൽ തിളങ്ങുന്ന അവളുടെ കണ്ണുകൾ, അവന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലാത്ത ഒരു ഭയം ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇവളെ ആരും വേദനിപ്പിക്കരുത്, അവൻ മനസ്സിൽ പറഞ്ഞു. അവൾ എഴുന്നേറ്റപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് വന്നു. തളർന്നോ? അവൻ മൃദുവായി ചോദിച്ചു. പഞ്ചമി ചെറുതായി ചിരിച്ചു. ഇല്ല, പക്ഷെ അവളുടെ കണ്ണുകൾ അപ്പോഴും എന്തോ ചിന്തയിലായിരുന്നു. ആര്യൻ അത് തിരിച്ചറിഞ്ഞു. അവൻ അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി വാതിലടച്ചു. നിനക്ക് ഭയം തോന്നുന്നുണ്ടോ? അവൻ അവൾക്ക് നേരെ നിന്നുകൊണ്ട് ചോദിച്ചു. പഞ്ചമി കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. അവൾ, ആ മഹാശ്വേത നിന്നെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞില്ലേ? അച്ചുവേട്ടൻ അവളുടെയാണ് എന്ന് പറഞ്ഞില്ലേ? എന്റെ മുന്നിൽ നിന്ന് സങ്കടത്തോടെ, ചെറിയൊരു പരിഭവത്തോടെ പറയുന്ന അവളെ കണ്ട അവന് വല്ലാത്ത സ്നേഹവും അതോടൊപ്പം പ്രണയവും തോന്നി. ആര്യൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ തോളിൽ കൈവച്ചു. ദേവാ, അവന്റെ ശബ്ദം ഉറച്ചിരുന്നു. ആരെങ്കിലും സ്വന്തമാക്കാൻ ആദ്യം അവൻ അതിന് സമ്മതിക്കണം. അവൻ അവളുടെ മുഖം ഉയർത്തി. ഞാൻ ആരുടെയും സ്വത്തല്ല. അവൻ അത് പറഞ്ഞതും അവൾ മുഖമുയർത്തി നോക്കി. ഒരു നിമിഷം അവൻ നിർത്തി. ഞാൻ നിന്റേത് മാത്രമാണ്. ആ വാക്കുകൾ അവളുടെ ഉള്ളിലെ സംശയങ്ങളെ ശാന്തമാക്കി. അവൾ അവനെ ചേർത്ത് പിടിച്ചു. പക്ഷേ അവൾ മനസ്സിൽ ഉറപ്പിച്ചു, മഹാശ്വേത, നീ ആരായാലും ഞാൻ ആര്യനെ വിട്ടുകൊടുക്കില്ല. അതേസമയം ബ്രഹ്മമംഗലം തറവാട് വലിയ മേശയുടെ ചുറ്റും മഹാശ്വേത, അദ്വൈ, രുദ്രവർമ്മ, ബ്രഹ്മദത്തൻ, അരുന്ധതി എല്ലാവരും ഉണ്ടായിരുന്നു. മേശമേൽ ഫയലുകൾ, കമ്പനി ഡാറ്റാസ്, വിദേശ കരാറുകളുടെ വിവരങ്ങൾ. മഹാശ്വേതയുടെ വിരൽ ഒരു ഫയലിന് മുകളിൽ നിരത്തി. ഇതാണ് അവന്റെ പുതിയ പ്രോജക്റ്റ്, അവൾ പറഞ്ഞു. ഇത് തകർന്നാൽ പുലിക്കാട്ടിൽ ഗ്രൂപ്പ് മുട്ടുകുത്തും. അത് കേട്ട് ബ്രഹ്മദത്തൻ ചിരിച്ചു. ഇതിനായി തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. അവൻ മഹാശ്വേതയെ നോക്കി. നിനക്ക് അവനെ എത്രത്തോളം വേണമെന്ന് എനിക്കറിയാം. മഹാശ്വേതയുടെ കണ്ണുകൾ കഠിനമായി. അവൻ എനിക്ക് സ്വന്തമാകണം. അതിനാൽ എനിക്ക് അവനെ വേണം, അവൾ തുറന്നു പറഞ്ഞു. അവൻ മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നത് ഞാൻ കാണില്ല. അരുന്ധതി നിശബ്ദമായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു വേദന നിറഞ്ഞു. അവൾക്കറിയാം മഹാശ്വേത എന്തും ചെയ്യും. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മഹാശ്വേതയുടെ കണ്ണുകളിൽ കണ്ടത് കൊലപാതകത്തിന്റെ ഒരു തീ ആയിരുന്നു. കുഞ്ഞ് ആര്യന്റേതാണോ? അവൾ ചോദിച്ച ആ ശബ്ദം ഇന്നും അരുന്ധതിയുടെ ചെവിയിൽ മുഴങ്ങുന്നു. അത് അല്ലെന്ന് ഉറപ്പായപ്പോൾ മഹാശ്വേത അവളെ വെറുതെ വിട്ടു. പക്ഷെ ആ നിമിഷം അരുന്ധതി മനസ്സിലാക്കി, മഹാശ്വേതയ്ക്ക് പ്രണയം എന്നത് ഒരു വികാരമല്ല, അതൊരു ഭ്രാന്തും പിടിച്ചടക്കലും ആണ് എന്ന്. ഒരു ഉടമസ്ഥാവകാശം. അദ്വൈ രുദ്രവർമ്മ അപ്പോഴും മിണ്ടാതിരുന്നു. അവന്റെ കണ്ണുകളിൽ ചിന്തയിൽ മുങ്ങിയിരുന്നു. ചേച്ചി, ആര്യനെ തകർക്കുന്നത് എളുപ്പമല്ല, അവൻ പതിയെ പറഞ്ഞു. മഹാശ്വേത ചിരിച്ചു. ഞാൻ അവനെ തോൽപ്പിക്കാൻ വന്നതല്ല, ഞാൻ അവനെ സ്വന്തമാക്കാൻ, എന്റേത് മാത്രമാക്കാൻ വന്നതാണ്, അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ജനാലക്കരികിൽ ചെന്നു. ദൂരെ പുലിക്കാട്ടിൽ വീട് കാണാം. പഴയ പുലിക്കാട്ടിൽ വീട്. ആര്യൻ അവിടെ നിന്നും മാറാനുള്ള പ്രധാന കാരണം പോലും ബ്രഹ്മമംഗലം എന്ന വീട് അവിടെ അടുത്തായതുകൊണ്ട് തന്നെയാണ്. അവിടെ നിന്ന് നോക്കിയാൽ തങ്ങളുടെ പുലിക്കാട്ടിൽ വീട് കാണാം. പലപ്പോഴും അവിടെ നിന്ന് നോക്കുന്ന തന്നെ അവൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇവിടെ നിന്നും മാറി താമസിച്ചത് എന്ന് പോലും അവൻ പറഞ്ഞിട്ടുണ്ട്. തന്റെ മുഖം പോലും കാണാൻ അവൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അവൾ എന്തുകൊണ്ടാണ് അവിടെ ചെന്ന് നോക്കി നിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ
ആരും ഒന്നും പറഞ്ഞില്ല. അവർ ഇപ്പോൾ അമ്പാട്ട് തറവാട്ടിലാണ് അല്ലേ? അവൾ ചോദിച്ചു. ഉം അമ്പാട്ട് തറവാട്. അത് ദേവപഞ്ചമിയുടെ വീടാണ്. ഇപ്പോൾ കുറച്ചു ദിവസമായി അവർ അവിടെയാണ്. അവൻ സന്തോഷത്തോടെ ആ പെണ്ണിന്റെ ഒപ്പം ജീവിക്കുന്നുണ്ട്. ബ്രഹ്മദത്തിന്റെ അച്ഛനാണ് പറഞ്ഞത്. ആ സന്തോഷം തന്നെ ഞാൻ എടുത്തു കളയും. അമ്പാട്ട് തറവാട്. രാത്രി വിഷുക്കണി പൂജാമുറിയിൽ ഒരുക്കിക്കഴിഞ്ഞു. എല്ലാവരും കിടക്കാൻ പോയി. പഞ്ചമി കുഞ്ഞിനെ കിടത്തി. ആര്യൻ ജനാലക്കരികിൽ നിന്നു. അവന്റെ കണ്ണുകൾ ഇരുണ്ടിരുന്നു. പഞ്ചമി പിന്നിൽ ചെന്ന് ചേർന്ന് നിന്നു. എന്താണ് ആലോചിക്കുന്നത്? അവൾ ചോദിച്ചു. ആര്യൻ തിരിഞ്ഞു നിന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി സൂക്ഷിക്കണം. ഞാനല്ല, നീ. നിന്നെ ആയിരിക്കും അവൾ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ സ്നേഹിക്കുന്നത് എല്ലാം തകർത്ത് കളയാനാണ് അവൾ ആഗ്രഹിക്കാറ്. ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ്. അപ്പോൾ നിന്നെ വേദനിപ്പിച്ചാൽ എനിക്ക് വേദനിക്കൂ എന്ന് അവൾക്കറിയാം. അതുകൊണ്ടാ പറയുന്നത് സൂക്ഷിക്കണം എന്ന്. പഞ്ചമി അവന്റെ കൈ പിടിച്ചു. ഒന്നും സംഭവിക്കില്ല അച്ചുവേട്ടാ, ഞാനില്ലേ കൂടെ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോരാടാം അല്ലേ? ആര്യൻ അവളെ നോക്കി ചോദിച്ചു. ഇപ്പോ അവളുടെ കണ്ണുകളിൽ ഭയമില്ല, മറിച്ച് ധൈര്യം മാത്രം. തന്റെ അച്ചുവേട്ടിനെ നഷ്ടപ്പെടാതിരിക്കാൻ താൻ എന്തും ചെയ്യും. തന്റെ ജീവനല്ലേ, ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ഒരു ഭാവമായിരുന്നു. അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഇത്തവണ ഞാൻ ഒറ്റയ്ക്കല്ല അല്ലേ? അവൻ ചോദിച്ചു. ഇല്ല, ഇനി അങ്ങോട്ട് അച്ചുവേട്ടൻ ഒറ്റയ്ക്കല്ല, ഞാനുണ്ടാവും കൂടെ. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് പറഞ്ഞു. പുറത്ത് കാറ്റ് വീശി, ഇളഞ്ഞിപ്പൂ മണമുള്ള കാറ്റ്. അമ്പാട്ട് തറവാട്ടിൽ പുലരിയുടെ വരവ് അറിഞ്ഞപ്പോൾ പഞ്ചമിയുടെ കണ്ണുകൾ തുറന്നു. ഒരു നിമിഷം അവൾ മുകളിലേക്ക് നോക്കി. ഇന്ന് വിഷു. അവളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു. പുലിക്കാട്ടിൽ വീട്ടില് മരുമകളായതിനു ശേഷമുള്ള വിഷു. ആര്യന്റെ ഭാര്യയായതിനു ശേഷമുള്ള ആദ്യത്തെ വിഷു. അവൾ പതുക്കെ എഴുന്നേറ്റു. മുറിയിലുടനീളം വിളക്കിന്റെ മൃദുവായ വെളിച്ചം. കണി ഒരുക്കിയ മുറിയുടെ വാതിൽ അല്പം തുറന്നു കിടന്നു. കണിക്കുന്നയുടെ മഞ്ഞപ്പൂക്കൾ ദൂരത്തു നിന്നും തെളിഞ്ഞു കാണാമായിരുന്നു. അവൾ ആദ്യം കണി കണ്ടു. കൃഷ്ണവിഗ്രഹം, നിലവിളക്ക്, അരി, പച്ചക്കറികൾ, കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന തന്റെ മുഖം. അവൾ കണ്ണുകൾ അടച്ചു. എന്നും തനിക്ക് ഈ കുടുംബത്തോടൊപ്പം, എന്റെ അച്ചുവേട്ടിന്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കണേ. അവളുടെ പ്രാർത്ഥന ലളിതമായിരുന്നു. അവൾ തിരിഞ്ഞ് ആര്യന്റെ അടുക്കൽ വന്നു. അവൻ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. പഞ്ചമി കുറച്ചു നിമിഷം അവനെ നോക്കി നിന്നു. പിന്നെ വേഗം ചെന്ന് കുളിച്ച് വസ്ത്രം മാറി. പൊട്ടും സിന്ദൂരവും എല്ലാം വെച്ച് അവൾ പുറത്തേക്കിറങ്ങി. പിന്നെ ആര്യന്റെ അടുത്തേക്ക് ചെന്നു. പതുക്കെ ഒരു പുഞ്ചിരിയോടെ ചൂണ്ടുവിരൽ അവന്റെ നെറ്റിയിൽ തട്ടി. അച്ചുവേട്ടാ, ഇന്ന് വിഷുവാണ്, കണ്ണ് തുറക്കരുത്, കണി കാണണം. അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ കണ്ണുകൾ മൂടാൻ പോയതും അവൻ ആ കയ്യിൽ കയറി പിടിച്ചു. പിന്നെ അവൻ കണ്ണു തുറന്നു. ആദ്യമായിട്ട് കണ്ടത് അവളുടെ മുഖം. പുലരിയുടെ വെളിച്ചത്തിൽ ചിരിക്കുന്ന അവളുടെ കണ്ണുകൾ. അവൻ ചിരിച്ചു. ഇത് തന്നെയാണ് എന്റെ കണി, അവൻ പതിയെ പറഞ്ഞു. അവൾ അവന്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. കണി കാണണം. അവൾ അവന്റെ കൈ പിടിച്ചു. അവനെയും കൊണ്ടുവന്ന് കണി കാണിച്ചു. പിന്നെ എല്ലാവരും ഒരുമിച്ച് കണി കണ്ടു. മുത്തശ്ശി സന്തോഷത്തോടെ കണ്ണു നിറച്ചു നിന്നു. തന്റെ വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് ഇതുപോലെ കണി കണ്ടിട്ട് എത്ര വർഷങ്ങളായി. ഇപ്പോൾ അതെല്ലാം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഒത്തൊരുമയും സന്തോഷവും എല്ലാം, അവർ പറഞ്ഞു. അതിനുശേഷം എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോയി. മുത്തശ്ശിയും അച്ഛനമ്മമാരും എല്ലാവരും കാറിലാണ് പോയത്. ബാക്കി എല്ലാവരും പറമ്പിലൂടെ നടന്നു പോകുമ്പോൾ പുലർച്ചെയുടെ മഞ്ഞുതുള്ളികൾ ഇലകളിൽ തിളങ്ങി. ആര്യൻ പഞ്ചമിയുടെ കൈ പിടിച്ചിരുന്നു. അത് ഉറച്ചൊരു പിടുത്തം, ആരെയും വെല്ലുവിളിക്കുന്ന പോലെ. ക്ഷേത്രത്തിൽ തിരുമേനി കൈനീട്ടം കൊടുക്കുന്നുണ്ടായിരുന്നു. ആദ്യം പഞ്ചമിക്ക് കൊടുത്തു. തിരുമേനി അവളുടെ കയ്യിൽ നാണയം വെച്ചു. മഹാദേവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പിന്നെ ആര്യൻ മുന്നോട്ട് വന്നു. തിരുമേനിയെ കണ്ട് ചിരിച്ചു. ഇന്ന് കണി കണ്ടോ? തിരുമേനി ചോദിച്ചു. ആര്യൻ പഞ്ചമിയെ നോക്കി. കണ്ടു. ആര്യന്റെ കണ്ണുകൾ പഞ്ചമിയുടെ മുഖത്ത് തന്നെ ആയിരുന്നു. ഇവളുടെ മുഖം. അവിടെ നിന്നവർ എല്ലാവരും പഞ്ചമിയെ നോക്കി. പഞ്ചമിയുടെ കവിൾ ചുവന്നു. ഞാൻ എന്നും കാണുന്നത് ഇവളെയാണ്. അതിൽ പിന്നെ എനിക്ക് എന്നും നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. ആര്യൻ പറയുന്നത് കേട്ട് മുത്തശ്ശി ചിരിച്ചു. അത് തന്നെയാണ് യഥാർത്ഥ കണി, അവർ പറഞ്ഞു. തിരുമേനി ചിരിച്ചുകൊണ്ട് കൈനീട്ടം നൽകി. അവരെല്ലാവരും തൊഴുത് കൈനീട്ടം വാങ്ങി നടയിൽ നിന്നും ഇറങ്ങാൻ പോകുമ്പോൾ ക്ഷേത്ര കവാടത്തിൽ നിന്നും നടന്നു വരുന്ന
മഹാശ്വേതയും അവളുടെ പിന്നാലെ അദ്വൈത്, ബ്രഹ്മദത്തൻ, അരുന്ധതി എല്ലാവരെയും കണ്ടു. ഒരു നിമിഷം പുലിക്കാട്ടിൽ വീട്ടിൽ എല്ലാവരും നിശ്ചലമായി. മുത്തശ്ശിയുടെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. ആര്യന്റെ അച്ഛൻ അവളെ നോക്കി, പിന്നെ ആര്യനെയും. പഞ്ചമിയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. പക്ഷേ ആര്യൻ, അവന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവൻ പഞ്ചമിയുടെ കൈ കൂടുതൽ ഉറച്ചു പിടിച്ചു. അവളുടെ അരികിലൂടെ നടന്നു. മഹാശ്വേതയെ ഒന്ന് നോക്കിയ കൂടി ചെയ്തില്ല. ആ ഭാവം, ആ അവഗണന മഹാശ്വേതയുടെ ഉള്ളിൽ തീ കത്തിച്ചു. എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ പോവുകയാണ് നീ, അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി. പഞ്ചമിയെ ചേർത്ത് പിടിച്ച് ആര്യൻ നടക്കുന്നത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ പക തെളിഞ്ഞു. അദ്വൈത് അത് ശ്രദ്ധിച്ചു. ബ്രഹ്മദത്തിന്റെ ചുണ്ടിൽ ഒരു കനത്ത പുഞ്ചിരി. അവൻ അറിയാം, ഈ അവഗണനയാണ് മഹാശ്വേതയെ കൂടുതൽ ക്രൂരിയാക്കുക. വിഷു സദ്യ ഒരുക്കം, പായസം, അവിയൽ, ഓലൻ, കിച്ചടി, പച്ചടി, പരിപ്പ്, നെയ്യ് എല്ലാം ഉണ്ട്. വീട്ടിൽ ചിരിയും സന്തോഷവും നിറഞ്ഞു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ആകാശിന്റെ വീട്ടിൽ നിന്നും സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്നുള്ളവരും എല്ലാവരും എത്തിയിരുന്നു. പഞ്ചമി എല്ലാവർക്കും വിളമ്പി. ആര്യൻ അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ അഭിമാനം. മുത്തശ്ശി ഭക്ഷണം കഴിച്ചുകൊണ്ട് ചുറ്റും നോക്കി. അവരുടെ മനസ്സ് നിറഞ്ഞു. ഭക്ഷണം കഴിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി. അവർ ദൂരത്ത് നിന്ന് പഞ്ചമിയെയും ആര്യനെയും നോക്കി. അവർ ചിരിച്ച് സംസാരിക്കുകയായിരുന്നു. മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ മനസ്സിൽ പറഞ്ഞു, ഇവരുടെ സന്തോഷം ആരും കവർന്നെടുക്കരുതേ എന്ന്. പക്ഷെ ദൂരത്ത് ബ്രഹ്മമംഗലം തറവാട്ടിൽ മഹാശ്വേത ജനാലക്കരികിൽ നിന്നു. അവളുടെ കണ്ണുകളിൽ തീയായിരുന്നു. അവൾ ജനാലക്കമ്പിയിൽ കൈ മുറുക്കി പിടിച്ചു. വിഷു ആഘോഷിക്കൂ ആര്യ നീ. എന്റെ എല്ലാ ആഘോഷങ്ങളും നിന്റെ ഒപ്പമായിരിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതിനി അധികം താമസം ഉണ്ടാകില്ല, അവൾ പറഞ്ഞു. ഇത് അവസാന സന്തോഷമാകും. ഇത് അവരോടൊപ്പമുള്ള നിന്റെ അവസാനത്തെ ആഘോഷവും സന്തോഷവുമാണ്, അവൾ പറഞ്ഞു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.